ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് ഓർബിറ്റ്, എന്താണ് ഓർബിറ്റേഴ്സ്, സബ്ഷെല്ലിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് തന്നെ നിങ്ങൾ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതും. ഓക്കെ അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഓക്കെ, നമുക്ക് ഓരോരോ ക്ലാസ് ചെയ്യാൻ പ്രോത്സാഹനം കിട്ടുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാനൊക്കെ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, എല്ലാം ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ എന്താ മക്കളെ ഓർബിറ്റ് എന്ന് വെച്ചാൽ? എന്ത് ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് വെച്ചാൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂക്ലിയസിന് ചുറ്റും അല്ലെ ഇലക്ട്രോൺ വലം വെക്കുന്ന, ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ വലം വെക്കുന്നത് ഒരു നിശ്ചിത പാതയിലൂടെയാണ്. ആ പാതയെ പറയുന്ന പേരാണ് ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോക്ക് ചർച്ച ചെയ്തതാണ്. ഞാൻ ഒന്നും കൂടെ പറയുവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇല്ലേ? പ്രധാന ഓർബിറ്റ് ഏതൊക്കെയാ, ഷെൽ ഏതൊക്കെയാ? കെ എൽ എം എൻ. ഏതൊക്കെയാ? കെ എൽ എം എൻ അല്ലേ? ഞാൻ കൂടെ ഇതാ ശ്രദ്ധിക്കാം. പ്രധാന ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റ്, ഒന്നാമത്തെ കെ, രണ്ടാമത്തെ എൽ, മൂന്നാമത്തെ എം, നാലാമത്തെ എൻ ആണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന സമവാക്യമാണ് 2n സ്ക്വയർ. 2n സ്ക്വയർ. n എന്ന് വെച്ചാൽ ഷെല്ലുകളുടെ എണ്ണം. n എന്താണ്? ഷെല്ലുകളുടെ എണ്ണം. മക്കളെ, ഒന്നാമത്തെ ഷെല്ലാണ് കെ. അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് ഒന്നിട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും മക്കളെ? 2 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് ഒന്നിട്ട് കൊടുക്കാം. 2 ഇൻറ്റു 1ന്റെ സ്ക്വയർ എത്ര? നമുക്കറിയാം, അത് 2 ആണ്. രണ്ടാമത്തെ ഷെല്ലാണ് എന്ത്? എൽ. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താണ്? 2 ഇൻറ്റു എൻ, 2n സ്ക്വയർ. n സ്ക്വയർ 2ന്റെ സ്ക്വയർ അല്ലേ? 2ന്റെ സ്ക്വയർ 4. 4 ഇൻറ്റു 2 ഒരേ പൊളിക്ക് നമുക്ക് പറയാം, അത് 8. അടുത്തൊന്ന് പറഞ്ഞേ മക്കളെ, 2 ഇൻറ്റു മൂന്നാമത്തെ ഷെല്ലാണ് എം. അപ്പൊ എങ്ങനെ ഒരു 3ന്റെ സ്ക്വയർ? 3ന്റെ സ്ക്വയർ എത്ര? 9 ആണ്. 9 ഇൻറ്റു 2 എത്ര ആണ്? 18 ആണ്. അടുത്ത 2 ഇൻറ്റു 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്ര? 16. 16 ഇൻറ്റു 2 32. ഒന്ന് ഓർത്ത് വെക്കാം. പ്രധാന ഷെല്ലുകൾ എന്ത്? കെ എൽ എം എൻ. 2, 8, 18, 32. ഓക്കെ അല്ലേ? ഇനി എന്താണ് സബ് ഷെൽ? ഈ ഷെല്ലിന്റെ മറ്റൊരു പേരുണ്ട് മക്കളെ, അതാണ് ഊർജനില. ഓർബിറ്റ്, ഷെല്ല് അല്ലെങ്കിൽ ഊർജനില. അപ്പൊ എന്താ സബ് ഷെൽ എന്ന് വെച്ചാൽ? ഈ ഷെല്ലിന്റെ അകത്തുള്ള കുഞ്ഞു ഷെല്ലാണ് എന്ത്? സബ് ഷെല്ല്. ഉപ ഊർജനില, സബ് എനർജി ലെവൽ ആണ് എന്ത്? സബ് ഷെൽ എന്ന് പറയുന്നത്. നോക്കി, ഇതാണ് മക്കളെ, ഇത് കണ്ട ഓർബിറ്റ്സ്. ഓർബിറ്റ്സ് ഓർബിറ്റ്സ് ഓക്കെ അല്ലേ? അപ്പം എന്താ സബ് ഷെൽ? സബ് ഷെൽ എന്ന് വെച്ചാൽ ഈ വലിയ ഷെല്ലിന്റെ അകത്തുള്ള കുഞ്ഞു ഷെല്ലാണ് എന്ത്? സബ് ഷെൽ. ഉപ ഊർജ നിലകളാണ് എന്ത്? സബ് ഷെൽ എന്ന് പറയും അല്ലേ? പ്രധാന സബ് ഷെൽ ഏതൊക്കെയാ? നമുക്ക് എല്ലാവർക്കും അറിയാം. എസ് പി ഡി എഫ്. എസ് പി ഡി എഫ്. നമുക്കറിയാം, എസ് എന്ന വാക്ക് വന്ന എവിടെന്ന മക്കളെ? പറ. ഷാർപ്പ്. എവിടെന്ന? ഷാർപ്പ് എന്ന വാക്കിൽ നിന്നാണ് എസ് എന്ന വാക്ക് വന്നത്. പി എന്ന വാക്ക് വന്നത് പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാൾ. ഡി എന്ന വാക്ക് വന്നത് ഡിഫ്യൂസ്. ഡിഫ്യൂസ്. എഫ് എന്ന വാക്ക് വന്നത് ഫണ്ടമെന്റൽ. ഒന്ന് പഠിച്ചു വെച്ചോ. എസ് എന്ന വാക്ക് ഷാർപ്പ്, പി എന്ന വാക്ക് പ്രിൻസിപ്പാൾ, ഡി എന്ന വാക്ക് ഡിഫ്യൂസ്, എഫ് എന്ന വാക്ക് ആ വേർഡ് വന്നത് ഫണ്ടമെന്റൽസ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി എസിന്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാം. ഈ സ്ക്രീനിൽ കാണുന്ന കൂട്ട് തന്നെ സ്പെറിക്കൽ, ഗോളാകൃതിയാണ്. എന്താണ്? ഗോളാകൃതി. അപ്പൊ എസിന്റെ ഷേപ്പ് എന്താണ്? ആകൃതി ഗോളാകൃതിയാണ്. ഓക്കെ, പിയുടെ ആകൃതി നമുക്കറിയാം, അത് ഡംബൽ ആണ്. എന്താണ്? ഡംബൽ. എന്താണ്? ഡംബൽ ആണ്. ഓക്കെ, ഡിയുടെ ആകൃതി അത് ഡബിൾ ഡംബൽ ആണ്. പക്ഷേ നമ്മുടെ SCERT 10ാം ക്ലാസിന്റെ ബുക്കിൽ കിടക്കുന്നത് ഡിയുടെ ആകൃതി സങ്കീർണം എന്നാണ്. സങ്കീർണം. മനസ്സിലായ? സങ്കീർണം എന്നാണ്. ഓക്കെ അല്ലേ? അതും കൂടെ ഓർത്ത് വെച്ചോളൂ. അപ്പൊ ഒന്നും കൂടെ പറയാം. എസിന്റെ ആകൃതി എന്താണ്? സ്പെറിക്കൽ.
ഗോളാകൃതി, പിയുടെ ആകൃതി എന്താണ്? ഡംബൽ, ഡിയുടേത് ഡബിൾ ഡംബൽ ആണ് കറക്റ്റ്. പക്ഷേ SCRT സങ്കീർണമെന്നാണ്. ഇപ്പോഴത്തെ ആൻസർ പ്രകാരം ഡബിൾ ഡംബലോ സങ്കീർണോ വന്നാൽ സങ്കീർണം എഴുതിയാൽ മതി സാധാ PSCക്കാർ. കാരണം നമുക്ക് കൂടുതലുമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നോക്കുന്ന എന്താണ്? SCRT ആണ്. 10ാം ക്ലാസ്സിൽ ഒരു കോളത്തിൽ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? എഫിന്റെ ആകൃതി ഇതാണ് സങ്കീർണം എന്ന് വെച്ചാൽ. കാരണം എഫിന്റെ ആകൃതിയാണ് കൃത്യമായിട്ട് എന്താണ്? സങ്കീർണം. പക്ഷെ നമ്മുടെ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഡിയും എഫിന്റെ ആകൃതി എന്താണ്? സങ്കീർണം എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. എസിന്റെ ആകൃതി എന്താണ്? ഗോളാകൃതി. പിയുടെ ആകൃതി എന്താണ്? ഡംബൽ. ഡിയുടേത് ഡബിൾ ഡംബൽ അല്ലെങ്കിൽ സങ്കീർണം. എഫിന്റെ സങ്കീർണമാണ്. ഇനി എന്താണ്? ഓർബിറ്റേഴ്സ്. എന്താണ്? ഓർബിറ്റേഴ്സ്. ശ്രദ്ധിക്കാം, ഞാൻ പറയുന്ന പോയിന്റ് വ്യക്തമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് ഓർബിറ്റേഴ്സ്? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എ എന്ന ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. എ എന്നൊരു കുട്ടിയുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, എ എന്നെന്തുണ്ട്? ഒരു കുട്ടിയുണ്ട്. ഓക്കെ അല്ലേ? ആ കുട്ടിക്ക് ഞാൻ ഒരു 8 മുട്ടായി അല്ലെങ്കിൽ 8 ലഡു കൊടുത്തെന്ന് വിചാരിക്കാം. എ എന്ന ഒരു കുട്ടി ഉണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ ഞാൻ എന്ത് കൊടുത്തു? 8 ലഡു കൊടുത്തു. ഈ 8 ലഡു 2 എണ്ണം ഓക്കെ അല്ലേ? പി 2 എണ്ണം പഠിച്ചോണം എക്സ് എന്ന കുട്ടിക്ക് കൊടുത്തു. ബാക്കി 6 എണ്ണം വൈ എന്ന കുട്ടിക്ക് കൊടുത്തു. 6 എണ്ണം എവിടെ കൊടുത്തു? വൈ എന്ന കുട്ടിക്ക് കൊടുത്തു. ഒന്നും കൂടെ പറയാം. അപ്പൊ എ എന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ഞാൻ 8 മിഠായി കൊടുത്തു അല്ലെങ്കിൽ 8 ലഡു കൊടുത്തു. ആ 8 ലഡു മുറിച്ച് 8 ലഡു ഭാഗിച്ച് 2 എണ്ണം ആർക്ക് കൊടുത്തു? എക്സിന് കൊടുത്തു. 6 എണ്ണം വൈക്ക് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ശ്രദ്ധിച്ചോണം. ഇനി ശ്രദ്ധിച്ചോണം, ഈ എക്സിന്റെ കയ്യിൽ എത്ര ലഡു ഉണ്ട്? 2 ലഡു. ഈ 2 ലഡു സിക്ക് കൊടുത്തു. ഈ 2 ലഡു ആർക്ക് കൊടുത്തു? സിക്ക് കൊടുത്തു എന്ന് വിചാരിക്കാം. വൈയുടെ കയ്യിൽ എത്ര ലഡു ഉണ്ട്? 6 ലഡു ഉണ്ട്. 6 ലഡു വീതിച്ച് 2 എണ്ണം ഡിക്ക് കൊടുത്തു, ഇക്ക് കൊടുത്തു, എഫിന് കൊടുത്തു. ഈ 6 എണ്ണം മുറിച്ച് 2 എണ്ണം ആർക്ക് കൊടുത്തു? ഡിക്ക്. 2 എണ്ണം ഇക്ക് കൊടുത്തു. 2 എണ്ണം എഫിന് കൊടുത്തു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ലഡു ആരുടെ കയ്യിലൊക്കെ ആയിരിക്കുന്നത്? സി ഡി ഇ എഫിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്? മക്കളെ പഠിച്ചോ? അതിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽസ്. കാരണം ആദ്യം എ എന്നുള്ള ഷെല്ല, ഷെല്ലിൽ ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? സബ്ഷെല്ലായ എക്സിനും വൈക്കും കൊടുത്തു. എക്സിനും വൈക്കും ഉള്ള പിന്നെന്താണ്? അത് ഡിവൈഡ് ചെയ്ത് ആർക്ക് കൊടുത്തു? ഓർബിറ്റൽസിന് കൊടുത്തു. അല്ലേ? ആദ്യം ഷെല്ലിൽ നിറയ്ക്കുക, പിന്നെ സബ്ഷെല്ലിൽ, പിന്നെ ഓർബിറ്റൽസ്. അപ്പൊ ഇപ്പം പഠിച്ചോ, ആധുനിക ആറ്റം മാതൃകയിൽ ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം, ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണെന്ത്? ഓർബിറ്റൽസ്. അല്ലേ? കാരണം ഇപ്പം ഈ പറയുന്ന ലഡു ഇരിക്കുന്ന സി ഡി ഇ എഫ്, അതിന് ആ റീജിയനെ പറയുന്ന പേരാണ് ഓർബിറ്റൽസ്. ചോദിച്ചയാണ് +2 ലെവലിൽ, ആധുനിക ആറ്റം മാതൃകയിൽ ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം ഏത്? ഓർബിറ്റൽസ്. ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിക്കാം മക്കളെ, നമുക്കറിയാം പ്രധാന സബ്ഷെല്ലുകൾ ഏതൊക്കെയാ മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. പറ എസ് പി ഡി എഫ്. പറ എസ് പി ഡി എഫ്. എസിന്റെ അകത്ത് കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 2. 4 കൂട്ടിപ്പോ. പിക്കകത്ത് കൊള്ളുന്ന 6. വീണ്ടും 4 കൂട്ട്. ഡിക്കകത്ത് 10. വീണ്ടും 4 കൂട്ട്. എഫിന്റെ അകത്ത് 14. എസിന്റെ അകത്ത് കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. പിക്കകത്ത് കൊള്ളുന്നത് 6. ഡിക്കകത്ത് കൊള്ളുന്നത് 10. എഫിന്റെ അകത്ത് കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 14. ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ, എസിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 എണ്ണം. ഈ 2 ഇലക്ട്രോണുകളെ ഞാൻ ഒരു കോളത്തിൽ, ഓക്കെ അല്ലേ, ഒരു കോളത്തിലെ മുകളിലോട്ടും താഴോട്ടും സൂചിപ്പിക്കുക. ഓക്കെ അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് സ്പിൻ. സ്പിൻ മീൻസ് കറക്കം. ഇലക്ട്രോൺ 2 രീതിയിൽ കറങ്ങും. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും.
മുകളിലോട്ടുള്ള ഈ കുനിപ്പ് എന്താണ്? ക്ലോക്ക് വൈസും താഴോട്ടുള്ള ഈ കുനിപ്പ് എന്താണ്? ആന്റി ക്ലോക്ക് വൈസും ആണ്. അപ്പൊ എസിന്റെ അകത്ത് 2 ഇലക്ട്രോൺ, അത് മുകളിലോട്ടും താഴോട്ടും. പിക്കകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം, 6 എണ്ണം ഉണ്ട്. ഒരു കോളത്തിൽ 2 ഇലക്ട്രോൺ കൊള്ളും. പിക്കകത്ത് 6 ഇലക്ട്രോൺ ഉണ്ട്. എത്ര കോളം വേണം? നമുക്കറിയാം 3 കോളം. ശ്രദ്ധിച്ചോണേ, 3 കോളം. 2, 4, 6 എന്ന് വരും. മനസ്സിലായോ? അങ്ങനെയാണ് നിങ്ങൾ പറ, ഡിക്കകത്ത് 10 ഇലക്ട്രോൺ കൊള്ളും. എത്ര കോളം വേണം? പറഞ്ഞു, 5 കോളം അല്ലേ? 5 കോളം അല്ലേ? നോക്ക, 1, 2, 3, 4, 5. 2, 4, 6, 8, 10. എഫിന് 14 ഇലക്ട്രോൺ. എത്ര കോളം? 7 കോളം. ഓക്കെ, 2, 4, 1, 2, 3, 4, 5, 6, 7 അല്ലേ? 2, 4, 6, 8, 10, 12, 14. മക്കളെ, ഈ ഒരു കോളമാണ് ഒരു ഓർബിറ്റേഴ്സ്. ഒരു കോളമാണ് ഒരു ഓർബിറ്റേഴ്സ്. പറ, എസിന് എത്ര കോളമുണ്ട്? ഒരു കോളം, ഒരു ഓർബിറ്റേഴ്സ്. പിക്ക് എത്ര കോളമുണ്ട്? പിക്ക് എത്ര കോളമുണ്ട്? 3 കോളം. ഓർബിറ്റേഴ്സ് 3. ഡിക്ക് 5 കോളമുണ്ട്. 5 കോളം. ഓർബിറ്റേഴ്സ് 5. എഫിന് 7 കോളം. ഓർബിറ്റേഴ്സ് 7. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഒരു ഓർബിറ്റേഴ്സിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്നു? ഒരു ഓർബിറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു കോളത്തിൽ എത്ര ഇലക്ട്രോൺ ആണ് ഉൾക്കൊള്ളുന്നത്? ഒരു കോളമാണ് ഒരു ഓർബിറ്റേഴ്സ്. ഒരു ഓർബിറ്റേഴ്സിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? മക്കളെ പറ, 2 ഇലക്ട്രോൺ അല്ലേ? ഒരു കോളത്തിൽ 2 എണ്ണം അല്ലേ? ഒരു ഓർബിറ്റേഴ്സിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഒരു ഓർബിറ്റേഴ്സിൽ ഒരാറ്റത്തിലെ ഓരോ ഓർബിറ്റേഴ്സിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ ചോദിക്കാം. ഒരാറ്റത്തിലെ ഓരോ ഓർബിറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരാറ്റത്തിലെ ഒരു കോളം ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? 2 ആണ്. ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറയുന്ന കൂട്ട് മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഈ പറഞ്ഞ പോയിന്റ്. കണ്ട പരമാവധി കണ്ട ഓർബിറ്റേഴ്സ് 1, 3, 5, 7. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.